പാലക്കാട് തൂതയിൽ സ്ക്രാപ്പ് കളക്ഷൻ സെന്ററിൽ വൻ തീപിടുത്തം. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കുന്നു. തീപിടുത്തത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. വിവരങ്ങളുമായി ഇപ്പോൾ സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ ഈ തീ അണയ്ക്കുന്ന നടപടി പ്രക്രിയ പൂർത്തിയാകാറായിട്ടുണ്ട്. എന്താണ്, ആർക്കെങ്കിലും ആളുകൾക്ക് പരിക്കുണ്ടോ? തീപിടുത്തത്തിന് കാരണമായി അത് സ്ക്രാപ്പ് സെന്ററാണ്, സാധ്യതകൾ അനവധിയാണ് തീപിടിക്കുവാനുള്ള. എന്താണ് ഇപ്പോൾ പറയുന്നത്? ഫയർഫോഴ്സ് എന്താണ് പറയുന്നത്? സിജു, ഉച്ചക്ക് 2 മണിയോട് കൂടിയായിരുന്നു പാലക്കാട് തൂതയിലെ ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായത്. ആദ്യം നാട്ടുകാരാണ് തീപിടുത്തം കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ തീയണക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാകാത്തത് കൊണ്ടായിരുന്നു ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് നിലവിൽ തീയണക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് ആക്രിക്കടയാണ്. അതിനാൽ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളും അതേപോലെ തന്നെ മറ്റു വസ്തുക്കളൊക്കെ ഉള്ളതിനാൽ തീപിടുത്തത്തിന്റെ ആഴം കൂട്ടിയിട്ടുണ്ട്. നിലവിൽ പാലക്കാട് നിന്നുള്ള യൂണിറ്റ് അടക്കം തൂതയിലെത്തി തീയണക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിജു, സച്ചിൻ, ഈ ആളുകൾക്കൊന്നും പരിക്കില്ലായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഈ സ്ഥാപനത്തിൽ ജോലിക്കാരുണ്ടായിരുന്നു നിരവധി? സിജു, നിലവിൽ ആളുകൾക്കൊന്നും പരിക്കില്ല. കാരണം ആ സമയത്ത് ആളുകൾ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നാട്ടുകാരായിരുന്നു തുടക്കത്തിൽ തീപിടുത്തം കണ്ടത്. തുടർന്നാണ് ഫയർഫോഴ്സിനെ അറിയിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കാരണം നിരവധി പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട ഒരു ഗോഡൌണിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ തീ അണക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, സച്ചിനാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.